ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷമായ ചതുർത്ഥി ദിനമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രശാന്ത്, വലിയ തിരക്കിൻ്റെ സമയമാണിത്, ഒരു സംശയം വേണ്ട. ഇപ്പോൾ 6 മണിക്ക് തന്നെ വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ ഭാഗ്യം എന്ന അവസ്ഥയാകും. കാരണം അത്രയ്ക്ക് ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് ഉണ്ടാകുന്നത്. രാവിലെ 4:20 ക്ഷേത്രം നട തുറന്നത്. അതിനുശേഷം നട തുറക്കുമ്പോൾ തന്നെ ഭക്തരുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ സ്വാഗത സംഘം വൈസ് ചെയർമാനുണ്ട്. അദ്ദേഹം ചിറയത്ത് അജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാവിലെ തന്നെ ക്ഷേത്രം നട തുറന്നതോട് തന്നെ വലിയ ഒരു ഭക്തജന തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടതല്ലേ? തീർച്ചയായും വൻ ഭക്തജന പങ്കാളിത്തമാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. കഴിഞ്ഞ 30 വർഷക്കാലമായി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിനായക ചതുർത്ഥി മഹോത്സവം അതിഗംഭീരമായ വിപുലമായ പരിപാടികളോടെയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇന്നിപ്പം ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേര കൂട്ടോടുകൂടിയുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഹോമ കുണ്ടത്തിൽ നടക്കുകയാണ് 1008 നാളികേരത്തിൻ്റെ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ വിശിഷ്ട നിവേദ്യമായ ഉണ്ണിയപ്പത്തിന് പുറമെ വിനായക ചതുർത്ഥി ദിവസം നേദിക്കുന്ന മോദകം വഴിപാട്. മോദകമാണ് ഇന്നിവിടെ വിശിഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ ഏറ്റവും വലിയ ക്യൂ തന്നെയാണ്. ഈ ക്ഷേത്രത്തിന് 4 ക്ഷേത്രത്തിന് 4 സൈഡിലും കാണുന്ന ക്യൂ ഈ മോദകം വാങ്ങുന്നതിനുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ പൂജ നടക്കും. പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗജയൂട്ട്. ഇവിടെ ഏറ്റവും വിശേഷമാണ് ഗജയൂട്ട്. അത് കൊട്ടാരക്കരയിലെ പ്രധാന ക്ഷേത്രമായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സന്നിധിയിൽ നിന്നും അപ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഗജവീരന്മാരെ ആനയിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവരുടെ സാന്നിധ്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ സിനിമാ നിർമ്മിതാവ് കൂടിയായ ശ്രീ വിനായക സജിത് കുമാറാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കളഭാഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ മഹാ അന്നദാനം. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾക്ക് മുഴുവൻ അന്നദാനം കൊടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നു. അതുപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശിവക്ഷേത്രമുണ്ട്, ഈ പ്രധാനപ്പെട്ട മേജർ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് ഒരു വലിയ നടപ്പന്തൽ, 4 അമ്പലത്തിന് ചുറ്റും ഒരു നടപ്പന്തൽ അവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് വിനായക കുമാർ സംഭാവനയായി നിർമ്മിച്ച് നൽകിയതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം ശ്രീ സുന്ദരേശൻ നിർവഹിക്കുന്നതോടുകൂടി കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഗജഘോഷയാത്ര ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളോടുകൂടി ആരംഭിച്ച് ടൗൺ ചുറ്റി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ സന്ധ്യയ്ക്ക് മഹാദീപാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. അതുപോലെ തന്നെ ദീപാരാധന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ ഏറ്റവും പുണ്യമായ ഒരു ചടങ്ങെന്ന് പറയുന്നത് ശ്രീ മഹാഗണപതിയുടെ എഴുന്നള്ളത്താണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ശ്രീ മഹാഗണപതിയുടെ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ചടങ്ങ്, അത്യപൂർവമായ ചടങ്ങ് ഇവിടെ നടക്കും. അത് ദർശിക്കുവാനും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. ഇതെല്ലാം നമുക്ക് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്ന ഒരു രംഗമാണ് ഇവിടുത്തെ ഭക്തജന പങ്കാളിത്തം എന്ന് ഞാൻ അവസരത്തിൽ. ഒരു ഉപദേവതയെ ഇത്രയും പ്രാധാന്യത്തോടെ കൽപ്പിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അത്യപൂർവമാണല്ലോ. നമുക്ക് കേരളത്തിലൊക്കെ മറ്റ് ഗണപതി ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാന പ്രതിഷ്ഠയാണ്. എന്നാൽ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. എന്നാൽ ഉപദേവതാ സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും ആ പേരിൽ അറിയപ്പെടുന്നതും ഈ കൊട്ടാരക്കരയുടെ ഒരു വൈശിഷ്ട്യമല്ലേ? ഇത് 2 മഹാക്ഷേത്രങ്ങളാണ് ഈ കൊട്ടാരക്കര സമിതി. ഒന്ന് പടിഞ്ഞാറോട്ട് ദർശനമുള്ള മഹാദേവ ക്ഷേത്രവും ഒന്ന് കിഴക്കോട്ട് ദർശനമുള്ള ശിവക്ഷേത്രവും. പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രം അവിടെ അതിൻ്റെ പണികളെല്ലാം ചെയ്തത് പെരുന്തച്ചനാണ്, വാസ്തുശില്പി പെരുന്തച്ചനാണ് അവിടുത്തെ ക്ഷേത്രപ്പണികൾ നിർമ്മിച്ചത്. ആ ക്ഷേത്രത്തിൽ നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ അറിയാം, നമസ്കാര മണ്ഡപത്തിൽ നവഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള കുത്തുപണികൾ, വളരെ ഇതായിട്ടുള്ള കുത്തുപണികളുള്ള ഒരു മഹാക്ഷേത്രമാണ് പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രം. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ അവിടെ പണി പൂർത്തീകരിക്കുന്ന സമയത്ത് കണ്ട ഒരു പ്ലാവിൻ്റെ ആ കാതിലുള്ള വേര് കണ്ട് അതിൽ നിന്നൊരു വിഗ്രഹം, അത് ഗണപതിയുടെ ദാരുശില്പം കുത്തിയെടുത്ത് അത് അവിടെ പ്രതിഷ്ഠിക്കാൻ ആ ക്ഷേത്രത്തിൽ, അന്ന് ഇതെല്ലാം ഇല്ലക്കാരുടെ രാജാക്കന്മാരുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളായിരുന്നു. പിന്നാണ്
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എഴുതി കൊടുത്തു. അന്ന് ആ ക്ഷേത്രത്തിൽ അവിടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അവിടുത്തെ അന്നത്തെ കാരണവന്മാരെടുത്ത് ചെന്നപ്പോൾ അവർ അവിടെ അതിന് അനുവദിച്ചില്ല. അങ്ങനെ അദ്ദേഹം വളരെ വിഷമിച്ച് കിഴക്കോട്ട് വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ മനയിലെ ആളുകളെ തമ്പുരാക്കന്മാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് തെക്കോട്ട് പ്രതിഷ്ഠിച്ചോളാൻ പറഞ്ഞു. ആ പ്രതിഷ്ഠിക്കുന്ന സമയത്താണ് ഒരു കാക്ക ഒരു ഉണ്ണിയപ്പം ഇവിടെ വഴിപാടായി അവിടെ ഒരു ഉണ്ണിയപ്പം അവിടെ വീണതും, അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ വെച്ചപ്പോൾ തന്നെ ആ വിഗ്രഹം അവിടെ വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ ഈ ഗണപതിക്ക് ഇതാണ് ഇവിടുത്തെ ഇഷ്ട വഴിപാട് ഉണ്ണിയപ്പം, അത് വരുന്ന ഭക്തജനങ്ങൾ അത് ദിവസവും നടത്തിക്കോളും. അതിൻ്റെ വിശിഷ്യ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഉദയാസ്തമന പൂജയാണ്. അതായത് ഉദയാസ്തമനം എന്ന് പറയുന്നത് രാവിലെ മുതൽ ഗണപതി ഭഗവാന്റെ മുമ്പിൽ വാർക്കുന്ന ഉണ്ണിയപ്പം, ആ ഉണ്ണിയപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ വാർക്കുന്ന സമയത്ത് അത് ഭഗവാന് മൂടി അതിൻ്റെ പൂജ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. തീർച്ചയായും ഇതുതന്നെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രത്തിൻ്റെ സംബന്ധമായ ഐതിഹ്യങ്ങളും. ഈ ദക്ഷിണ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ദക്ഷിണ കേരളത്തിൽ പഴവങ്ങാടിയും അതുപോലെ തന്നെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവും ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ ഭക്തർ കാണുന്നത്. അതിലാണ് ഏറ്റവും പന്തിരുകുലവുമായി ബന്ധപ്പെട്ടും പെരുന്തച്ഛൻ്റെ ദാരുശില്പം കൊത്തിയെടുത്തത് എന്ന് അടക്കമുള്ളൊരു വൈശിഷ്ട്യം കൂടിയുണ്ട് ഒരു ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിനുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. ഈ ഉത്സവത്തിന് പുറമെയാണ് ഈ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് ഈ വിനായക ചതുർത്ഥിക്കാണ്. നിരവധി ഭക്തജനങ്ങളാണ് ഈ ഉത്സവത്തിന് പുറമെ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നത്. പ്രധാനമായും ഈ ഉണ്ണിയപ്പവും മോദകവുമാണ് വഴിപാട്. അതിൽ മോദക വഴിപാട് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നടത്തി വരുന്നതെന്നാണ് പറഞ്ഞത് കാണുന്നത്. പ്രശാന്ത് തുടർന്നോളൂ. നിരവധി പേർ അതിനായി ക്യൂ രാവിലെ തന്നെ അതിന്റെ ആ വഴിപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീണ്ട നിരയും കാണാൻ കഴിയും. ഇനിയും മറ്റ് ക്ഷേത്ര ചടങ്ങുകളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. വലിയ ഭക്തജനങ്ങൾ എത്തുന്നവരുടെ എണ്ണത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. രാവിലെ തന്നെ ഭക്തരെല്ലാവരും ഈ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും അതുപോലെ തന്നെ കൊല്ലത്തിലേക്ക് വരുമ്പോഴും ഒരു വലിയ ഒരു പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് ഭക്തജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കേന്ദ്രമായി നിലകൊണ്ടുകൊണ്ട് വിവിധ ഭക്തജന സംഘങ്ങൾ ഇവിടെ വന്നിട്ടാണ് മറ്റ് ശബരിമലയിലേക്കും അതുപോലെ തന്നെ മറ്റ് പുണ്യ സ്ഥാനങ്ങളിലേക്കുമെല്ലാം തീർത്ഥാടനത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതുമെല്ലാം. ശബരിമലയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള മല ചവിട്ടുന്നതിന് മുന്നോടിയായി ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രസന്നിധിയിൽ വന്ന് കെട്ടുകെട്ടി യാത്ര ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ശബരിമല ദർശനം കഴിഞ്ഞതിന് ശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുകയും അവിടെ നിന്നാണ് മാലയൂരി സമർപ്പിച്ചിട്ടാണ് വീടുകളിലേക്ക് മടങ്ങി പോകുന്നത്. അങ്ങനെ ഒരു ഭക്തജനങ്ങളുടെ ഒരു ഭക്തിയുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ വലിയ പ്രാധാന്യവും ക്ഷേത്രത്തിനുണ്ട്. വിശ്വാസികളുടെ ഒരു ഭാഗത്തു നിന്ന് ഈ ക്ഷേത്രത്തിന് വലിയൊരു പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുമെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അനുഗ്രഹം ചൊരിയുന്ന ഒരു സാന്നിധ്യവും ഒക്കെയാണ് ഈ ഭക്തജനങ്ങളുടെ ഒരു തിരക്കിന് ഇത്രയും വലിയ പ്രാധാന്യത്തിനും കാരണമായി കൽപ്പിക്കുന്നത്. വലിയ ഭക്തജനത്തിനെക്കാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ 4 മണി 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ക്ഷേത്രം തുടർന്ന് ഓരോ ചടങ്ങുകളും ക്ഷേത്രാചാര ചടങ്ങുകൾ ഇങ്ങനെ നടന്നു വരികയാണ്. ആനയൂട്ട് അടക്കമുള്ള മറ്റ് ആചാര ചടങ്ങുകളെല്ലാം ഉണ്ട്. 2 ക്ഷേത്രങ്ങളാണ് ഇതിനടുത്തായി നിലകൊള്ളുന്നത്. 2 ശിവക്ഷേത്രങ്ങൾ. ആ ശിവക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും കിഴക്കോട്ട് ദർശനമുള്ള ശിവക്ഷേത്രമാണ് ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം. അവിടെയാണ് ഉപദേവതയെ ഇത്ര പ്രാധാന്യത്തോടെ കൽപ്പിച്ച് ആരാധിച്ചു വരുന്നത്. കൃഷ്ണരാജ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗണപതി ക്ഷേത്രങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന 2 പേരുകൾ, ഒന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും ഒന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രവുമാണ്.